ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാവിലത്തെ നേരമാണ്. രണ്ട് കിളികളൊക്കെ ഇരുന്ന് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നടന്ന സംഭവമാണത്. അത് കഴിഞ്ഞ് ഞാൻ നല്ല റാഗി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും പൊങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നു കേട്ടോ. നല്ല അടിപൊളി ദോശയായിരുന്നു, നല്ല സോഫ്റ്റ് ദോശയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ പൊങ്ങിയൊന്നും വന്ന് ഇങ്ങനെയൊക്കെ നല്ല ദോശ കിട്ടുമെന്ന്. ഞാൻ വിചാരിച്ച് കട്ടിയൊക്കെ ആയിട്ടിരിക്കും. റാഗി ദോശ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ചൂടോടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. ചമ്മന്തിയായിട്ട് ഞാൻ പിന്നെ കുറച്ച് മാവൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോരുകറിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കിന്ന് മോളുടെ സ്കൂളിൽ വരെ പോകണം. അപ്പോൾ പെട്ടെന്ന് ജോലിയെല്ലാം തീർക്കുവാണ്. 9:30 ആകുമ്പം സ്കൂളിൽ ചെല്ലണം. വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇവർക്ക് 9:50 സമയം കൊടുത്തിരിക്കുന്നത്. PTA മീറ്റിംഗ് ആണേ. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലികളൊക്കെ ഒതുക്കുവാണേ. മോര് കറിയും ചിക്കൻ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നെടുത്ത് ഫ്രൈ ചെയ്യണം. ഒക്കെയായിരുന്നു എൻ്റെ പരിപാടി. മോൾക്കാണെങ്കിൽ നല്ല പനിയുമാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നു. ഞാൻ എടുക്കുന്ന ശനിയാഴ്ച ദിവസമാണ്. അപ്പം ഞാൻ വെള്ളിയാഴ്ച അവളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇന്ന് ഇച്ചിരി കുറവുണ്ട്. അപ്പം സ്കൂൾ PTA മീറ്റിങ്ങിന് പോകുമ്പോൾ മോളെയും കൂടെ കൊണ്ടുപോകണം. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾക്ക് നേരെ മോളുടെ സ്കൂളിൽ പോകണം. ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നല്ലൊരു മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അത് ഞാൻ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് എടുത്തങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കറണ്ടില്ല കേട്ടോ. നമുക്കിവിടെ മഴയൊക്കെ ആയിട്ട് രാത്രി പോയ കറണ്ടാണ്. ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. അപ്പം പിന്നെ വിചാരിച്ച് പെട്ടെന്ന് കറി വെക്കാമെന്ന്. ഇനി ഫ്രിഡ്ജ് വെച്ചിരുന്നതിനെ വെറുതെ കൊല്ലണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുത്ത് കറി വെക്കുവാണ്. 2 മീനുണ്ടായിരുന്നു. മത്തി വറക്കുകയും ചെയ്യാം, ചൂര കറി വയ്ക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മത്തിക്ക് മസാലയൊക്കെ ഇട്ട് പെട്ടെന്ന് വറുത്തെടുക്കുവാണ്. ഞാൻ രണ്ടും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എടുത്തൊന്ന് വറുത്ത് എല്ലാം സെറ്റാക്കി. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അതെടുത്ത് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. അത് അരിഞ്ഞ് മെഴുക്കും വരട്ടിക്കഴിഞ്ഞ് നമ്മൾ നേരെ സ്കൂളിലോട്ട് പോയി. നമ്മൾ സ്കൂളിലെത്തി കേട്ടോ. അപ്പോൾ എൻ്റെ മോനെയും കൂടെ കൊണ്ടുപോയായിരുന്നു. അവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ ബെഞ്ചും ഈ ഡെസ്കും ഒക്കെ കണ്ട്, ക്ലാസ് റൂമും ഒക്കെ കണ്ട്. അപ്പോൾ കുറേ പേരൻസ് ഇരിപ്പുണ്ടായിരുന്നു. ബാക്കി നമ്മളിങ്ങനെ ഓരോ മിസ്സുമാരെ ഇങ്ങനെ പോയി കാണുവാണ് അവരവരുടെ ക്ലാസ് റൂമിൽ. ഇതാണ് എൻ്റെ മോളുടെ ക്ലാസ്. നല്ല രസമായിട്ടോ ക്ലാസ്സൊക്കെ കാണാൻ. ഇഷ്ടം പോലെ പടങ്ങളും സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ക്ലാസ് റൂമാണ്. അവനാണ് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അമ്മ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്, അവിടെയാണെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സന്തോഷം. എൻ്റെ ദൈവമേ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരെയും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവരുടെ സ്കൂളിലെ പാർക്കിലോട്ട് പോയി കേട്ടോ. അവളപ്പോൾ ഓരോന്നിൽ അവരെ കയറ്റി കളിപ്പിക്കുമായിരുന്നു. പിന്നെ അവളും കുറേ ഇതിലൊക്കെ കളിച്ചു. അവരെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ അവർക്ക് ആക്ടിവിറ്റി പീരീഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ കയറ്റും കേട്ടോ. അങ്ങനെ ഇതിനകത്തൊക്കെ കളിപ്പിക്കും. അപ്പോൾ അവൾ കുറച്ച് സമയമൊക്കെ നിന്ന് കളിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവരുടെ ഗാന്ധി പാർക്കിലോട്ട് പോയി. ഇവിടെ നല്ല രസമാണ്. നമുക്കിരുന്ന് ഒന്ന് റിലാക്സ് ആവാൻ പറ്റും. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറയുമായിരുന്നു, അമ്മ എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആബ്സെൻ്റ് ആവുന്നതിന് മുന്നേ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളിവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവിടേക്ക് ഇരുന്ന് കളിച്ച് കുറച്ച് സമയമൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ.
അവൾക്ക് തീരെ വയ്യ, അവൾക്ക് നല്ല പനിയുണ്ട്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുറേ മെസ്സിയായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, എൻ്റെ മോൾക്ക് തീരെ വയ്യായിരുന്നു. അപ്പം ഞാൻ വീഡിയോ അവിടെ വെച്ച് നിർത്തി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.